ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരെ വിഷമിപ്പിക്കുന്ന, ചിലപ്പോൾ പുറത്തു പറയാൻ പോലും മടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. 4 വർഷമായിട്ട് ഒരാളെ അലട്ടുന്ന ഒരു പ്രശ്നം. അത് കാരണം വല്ലാത്തൊരു വിഷാദത്തിലേക്ക് പോയ ഒരാളുടെ അനുഭവം. അദ്ദേഹം അല്ലാഹുവോടൊരു പ്രതിജ്ഞയെടുത്തു, 1 വർഷത്തേക്ക് ഒരു തെറ്റും ചെയ്യില്ലെന്ന്. പക്ഷേ ആ പ്രതിജ്ഞയുടെ പകുതിയിൽ വെച്ച് പഴയ തെറ്റിലേക്ക് തിരിച്ചുപോയി. അന്ന് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് വിഷാദവും വേറെ പല പ്രശ്നങ്ങളും കാരണം വല്ലാതെ ബുദ്ധിമുട്ടി. അപ്പോഴാണ് മനസ്സിലായത്, താൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇതൊക്കെയെന്ന്. പ്രതിജ്ഞ തെറ്റിച്ചതിന് പ്രായശ്ചിത്തമായി 3 ദിവസം നോമ്പെടുത്തു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. അല്ലാഹുവിൻ്റെ മാപ്പ് കിട്ടണം, പക്ഷേ എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുമെന്നൊരു ഐഡിയയുമില്ല. 4 വർഷമായിട്ട് ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ നോക്കുന്നു. പ്രതിജ്ഞ ലംഘിച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നറിയാം, പക്ഷേ അതെങ്ങനെ ശരിയാക്കണമെന്നറിയാതെ വിഷമിക്കുകയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പോർണോഗ്രഫി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു കാര്യമാണ്. പ്രതിജ്ഞ ലംഘിച്ചാൽ എന്തു ചെയ്യണം? ഒന്നാമതായി, നിങ്ങളൊരു പ്രതിജ്ഞ ലംഘിച്ചാൽ അതിനൊരു പ്രായശ്ചിത്തമുണ്ട്. ഇത് ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്. 3 കാര്യങ്ങളിൽ ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരു അടിമയെ മോചിപ്പിക്കുക. ഇത് ഇപ്പോഴത്തെ കാലത്ത് നടത്തില്ലല്ലോ. 10 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക. 10 പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം നൽകുക. ഈ 2ഓ 3ഓ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് സാമ്പത്തികമായി ഇതിനൊന്നും കഴിയില്ലെങ്കിൽ 3 ദിവസം നോൻപെടുക്കാം. പക്ഷേ ഓർക്കുക, ഭക്ഷണം കൊടുക്കാനോ വസ്ത്രം കൊടുക്കാനോ കഴിവുള്ളവർ നോൻപെടുത്താൽ അത് അത്ര കറക്റ്റായി കണക്കാക്കില്ല. ഇവിടെ ആള് 3 ദിവസം നോൻപെടുത്തത് സ്വയം ചെയ്തതാണ്, അല്ലാതെ പ്രതിജ്ഞ ലംഘിച്ചതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അത് കണക്കാക്കാൻ പറ്റില്ല. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടോ? എന്നാൽ പോർണോഗ്രഫി കാണുന്നത് പോലുള്ള വലിയ പാപങ്ങളിൽ വീണു പോകുന്നത് ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് തന്നെ പലതരം പരീക്ഷണങ്ങൾ നേരിടാനാണ്. പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ പരീക്ഷണങ്ങൾ നേരിടുന്നുണ്ട്. ചിലർ പരീക്ഷയിൽ പാസ്സായി സ്വർഗത്തിൽ പോകും, ചിലർ തോറ്റ് നരകത്തിലെത്തും. ഇത് നിങ്ങളുടെ തീരുമാനമാണ്. ഒരു മാന്ത്രിക ഗുളികയും നിങ്ങളെ സഹായിക്കില്ല. എനിക്കിത് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആർക്കും സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞാൽ ചാടുമോ? എനിക്ക് ഭ്രാന്തനാണോ, എന്തിനാണ് ചാടുന്നത് എന്ന് ചോദിക്കും, അല്ലേ? നിങ്ങൾക്ക് ചാടാൻ തോന്നുന്നില്ലേ, പറക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഭ്രാന്തനല്ല, മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ നിങ്ങൾ പറയൂ. അതേപോലെ തന്നെയാണ് ഈ തെറ്റുകൾ നിർത്തുന്നതും. നിങ്ങൾക്കത് നിർത്താൻ സാധിക്കും. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ നമ്മൾ കഷ്ടപ്പെടാറില്ലേ? അതുപോലെ തന്നെയാണ് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും. പ്രേരണകൾ ഇല്ലാതാക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. നിങ്ങൾ എവിടെ നിന്നാണ് ഈ തെറ്റായ കാര്യങ്ങൾ കാണുന്നത്? സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ ആണെങ്കിൽ ആ വഴികളെല്ലാം അടയ്ക്കുന്ന. സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ റൂമിൽ വയ്ക്കാത്ത എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പൊതുസ്ഥലത്ത് വയ്ക്കുക. ആരുമില്ലാഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ലെന്ന് സ്വയം തീരുമാനമെടുക്കുക. നിങ്ങളുടെ കുട്ടികളോ സഹോദരങ്ങളോ ഈ തെറ്റുകൾ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു നിങ്ങളെ 24 മണിക്കൂറും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവന് നിങ്ങളോട് ലജ്ജയില്ലേ? നിങ്ങളുടെ സമയം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. എത്ര ജുസ് ഖുർആൻ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്? എത്ര ഹദീസുകൾ നിങ്ങൾക്കറിയാം? ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങളുടെ സമയം അറിവ് നേടുന്നതിനായി ഉപയോഗിക്കുക. നല്ലവരായ കൂട്ടുകാർക്കൊപ്പം സമയം ചിലവഴിക്കുക. നിങ്ങളുടെ ഫോൺ ലിസ്റ്റിൽ എത്ര നല്ല സുഹൃത്തുക്കളുണ്ട്? അവരുമായി നിങ്ങൾ സമയം ചിലവഴിക്കാറുണ്ടോ? അതോ പാപങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കുന്നവരുമായിട്ടാണോ നിങ്ങൾ കൂട്ടുകൂടുന്നത്? ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായുമുണ്ട്. നിങ്ങൾക്കൊരു മാന്ത്രിക ഗുളിക തരില്ല. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. ഈ തെറ്റുകൾ നിർത്താൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുക. അല്ലാഹുവാണ് എല്ലാം അറിയുന്നവനാണ്. നിങ്ങളെ അലട്ടുന്ന ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ. 6 വർഷത്തിലേറെയുള്ള എക്സ്പീരിയൻസും 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച അറിവുമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഇത് സാധാരണ പ്രോഗ്രാമല്ല. ഈ അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റായി പുറത്തുവരാനും ഫോക്കസ് തിരിച്ചുപിടിക്കാനും ലൈഫിൽ കോൺഫിഡൻസ് നേടാനും ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനുള്ള ടൈം ഇതാണ്. മാറ്റത്തിന് കാത്തിരിക്കാതെ മാറ്റമായി മാറുക. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമൻറ്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ പോൺ അഡിക്ഷൻ, ഇത് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ കാണുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ഇത് ഹറാമാണ്. ഖുർആനിലും സുന്നത്തിലുമെല്ലാം ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അല്ലാഹു വിശ്വാസികളെ പുകഴ്ത്തിക്കൊണ്ട് പല സൂറത്തുകളിലും പറയുന്നത് ശ്രദ്ധിച്ചോ? തങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്നവരും തങ്ങളുടെ ഭാര്യമാരുമായിട്ടോ തങ്ങളുടെ വലതുകൈ ഉടമപ്പെടുത്തിയവരായിട്ടോ അല്ലാതെ അവരുമായി മാത്രം ലൈംഗിക ബന്ധം പുലർത്തുന്നവരായ വിഷയത്തിൽ ആരും ആക്ഷേപിക്കപ്പെടുകയില്ല. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവരാണ് അതിക്രമികൾ. ഇവിടെ അല്ലാഹു ക്ലിയറായി പറയുന്നുണ്ട്, ലൈഫിൽ ശരിയായ രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ലാതെ വേറെ ഏതു വഴിയും അനുവദനീയമല്ല എന്ന്.
അതായത് ശരിയായ ഒരു ബന്ധമല്ലാത്തതിനെല്ലാം ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവജനങ്ങളോട് പറഞ്ഞതെന്താണെന്നോ, നിങ്ങളിൽ വിവാഹം കഴിക്കാൻ കഴിവുള്ളവർ വിവാഹം കഴിക്കട്ടെ, കാരണം അത് നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്താനും ഗുഹ്യഭാഗങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കും. ആരെങ്കിലും വിവാഹം കഴിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ അവൻ നോമ്പ് നോക്കട്ടെ, കാരണം നോമ്പ് അവനൊരു സംരക്ഷണം നൽകും. ഇവിടെ പ്രവാചകൻ പോണോഗ്രഫിയും മാസ്റ്റർബേഷനും പകരം നോമ്പിനെയാണ് നിർദ്ദേശിച്ചത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പോണോഗ്രഫിയും മാസ്റ്റർബേഷനും ഇസ്ലാമിൽ ഒരു ഓപ്ഷനേ അല്ല എന്ന്. പോണോഗ്രഫിയും മാസ്റ്റർബേഷനും നമ്മൾ ഒരു പകർച്ചവ്യാധി പോലെ കാണണം. ഇതിൽ നിന്നൊരു മുക്തി നേടാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടാകും. നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനോടുള്ള ഭയത്തിൽ നമുക്ക് കാര്യമായ കുറവുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു നാണം തോന്നും. ആ നാണം നമ്മളെ മാറ്റിയെടുക്കാൻ സഹായിക്കും. എനിക്ക് 23 വയസ്സായി പ്രൊഫസറാകുന്നതുവരെ മാതാപിതാക്കൾ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും പോൺ അഡിക്ഷനിലേക്കും പിന്നീട് വ്യഭിചാരത്തിലേക്കും സ്വകാര്യതയിലേക്കും പോലും പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തിന് തടസ്സമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. അതുകൊണ്ട് മക്കളെ ശരിയായ ടൈമിൽ വിവാഹം കഴിപ്പിക്കാൻ അനുവദിക്കുക. നിങ്ങൾക്ക് ധാരാളം ഒഴിവ് സമയമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ പാപത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ മുഴുകുക. നിങ്ങളുടെ ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടുക. പുസ്തകങ്ങൾ വായിക്കുക, നല്ല കൂട്ടുകാരുമായി സമയം ചിലവഴിക്കുക, അല്ലെങ്കിൽ പുതിയ സ്കിൽസ് പഠിക്കുക. നിങ്ങൾ മോശം കാഴ്ചകൾ കാണുമ്പോൾ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ബോഡി പ്രതികരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ അഡിക്ഷനിലേക്ക് പോകേണ്ടി വരും. ടിവിയിലോ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തോ കാണുന്ന കാഴ്ചകളാണ് ഇതിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാഴ്ചകളിൽ നിന്ന് കണ്ണുകൾ താഴ്ത്താൻ പഠിക്കുക. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഇത് കാഴ്ചശക്തി കുറയ്ക്കുകയും ശരീരത്തെ ദുർബലിപ്പിക്കുകയും ഭാവിയിൽ നിങ്ങളുടെ ദാമ്പത്യബന്ധത്തെ ബാധിക്കുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, കാരണം നിങ്ങൾ അസ്വാഭാവികമായ ചില കാര്യങ്ങൾക്ക് അടിമപ്പെടുന്നു. സഹോദരീ സഹോദരന്മാരെ, പോൺ അഡിക്ഷൻ ഇസ്ലാമിൽ നിഷിദ്ധമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ദോഷകരമാണ്. ഈ ദുശ്ശീലത്തിൽ നിന്ന് പുറത്തുവരാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ പോൺ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം ഓർമ്മയുണ്ടല്ലോ. കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.